ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൾട്ടിഗ്രെയിൻ ദോശയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ക്രിസ്പിയുമായിട്ടുള്ളൊരു ദോശയാണിത്. അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ദോശ തയ്യാറാക്കാനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുപയറാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് മസൂർ ദാലാണ് ചേർക്കുന്നത്. ഇതും ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തുവരപ്പരിപ്പും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 5 മണിക്കൂറാണ് ഞാനിത് കുതിർത്തി വെക്കുന്നത്. ഇത് മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. 1 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് മിക്സിയുടെ ജാറ് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു 5 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ ചേരുവകളെല്ലാം മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 2 നുള്ള് കായപ്പൊടിയും ഈ കുതിർത്തി വെച്ച വെള്ളത്തിൽ നിന്നും 1 കപ്പ് ആദ്യം ഒഴിക്കാം. ഇതൊന്ന് അരച്ചെടുത്ത ശേഷം 1/2 കപ്പ് കുതിർത്തി വെച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാവ് പുളിച്ചു പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശത്തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതാണ്. ഇനി നമുക്കിതുപോലെ ഒരു സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് വളരെ തിന്നായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ട് തയ്യാറാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതുപോലെ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാവുന്നതാണ്. ഒരല്പസമയം കഴിയുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് തനിയെ വിട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാനിൽ നിന്നും ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇത് നന്നായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇളകി വരുന്നുണ്ട്. ഈ മുകൾ ഭാഗമൊക്കെ നല്ലതുപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് പാനിൽ നിന്നും എടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ മൾട്ടിഗ്രെയിൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ളതാണെന്ന്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചെറുപയർ ദോശയുടെയും റാഗി ദോശയുടെയും അതുപോലെ നുറുക്ക് ഗോതമ്പ് ദോശയുടെ ഒക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്